ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം അടിയനെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്നത്തെ വചനചിന്തയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ കാണുവാൻ ദൈവമടിയൻ്റെയും ജീവിതത്തിൽ നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. മുമ്പും 1-2 തവണ ദൈവസന്നിധിയിൽ വചനവുമായി നിൽപ്പാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതിന് അവസരമൊരുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലേക്ക് കൂടി സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സ്തോത്രം. നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സ്തോത്രം. വളരെ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലൂടെ ദൈവജനം കടന്നു പോവുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, വിശ്വാസത്തിൻ്റെ പരിശോധന ൂടെ ജനം കടന്നു പോകുന്നു. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അകപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നു. മക്കൾ നഷ്ടപ്പെടുന്നു, അപ്പനമ്മമാർ നഷ്ടപ്പെടുന്നു, വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയും. അതിൻ്റെയൊക്കെ മധ്യേ ഈ വിശ്വാസ പോർക്കളത്തിൽ നിൽപ്പാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വേഗം ഒരു തിരുവചനം വായിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് ദൈവം സ്നേഹിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് നമ്മൾ 3 വാക്യങ്ങൾ നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ആവർത്തന പുസ്തകം അതിൻ്റെ 33-ാം അധ്യായം 26-ാം വാക്യം. 33-ന്റെ 26-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. യെശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. മറ്റൊരു 2 വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അതേ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇന്നീ വൈകിയ വേളയിൽ ഈ 3 വാക്യങ്ങളെ വായിച്ച് കേൾപ്പിച്ച് നിങ്ങളുമായി എന്നെ ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ ചില ദൈവിക മർമ്മങ്ങളെ നിങ്ങളുമായി പങ്കുവെച്ച് ദിവസം ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വായിച്ച എല്ലാ വാക്യങ്ങളിലൂടെയും കടന്നു പോകാൻ കഴിയുമോ എനിക്ക് സംശയമുണ്ട്. എങ്കിലും പരമാവധി ഞാൻ എല്ലാ വാക്യങ്ങളെയും ടച്ച് ചെയ്ത് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുക. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച മനുഷ്യർ ഏതാണ്ടോ 1600ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്ത പല സ്ഥലങ്ങളിൽ പല കാറ്റഗറിയിലുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവരെഴുതി, വിദ്യാഭ്യാസമുള്ളവരെഴുതി, രാജാക്കന്മാരെഴുതി, ഇടയന്മാരെഴുതി, അങ്ങനെ വിവിധ നിലകളിൽ ഉള്ളവർ എഴുതിയ, എന്നാൽ വായിച്ചാൽ ഒരാൾ എഴുതിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തമായ വചനങ്ങൾ.
സ്തോത്രം. അതിൻ്റെ നമ്മൾ വായിച്ചു കേട്ട ആദ്യത്തെ പദം, യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല എന്ന് മോശയുടെ പുസ്തകമായ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് എൻ്റെ അവസാന പുസ്തകമായ ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. 33-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യേശൂരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്രയേലിൻ്റെ മറ്റൊരു പേരാണ് യേശൂരൻ. ഞാൻ വാക്യം വായിച്ച് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ യേശൂരൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അല്പം കൂടെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, പ്രിയരെ, നമ്മുടെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. കാരണം നിങ്ങൾ മറ്റ് വിശ്വാസങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, കല്ലിനെ ദൈവമെന്ന് ആരാധിക്കുന്ന, മരത്തെ ദൈവമെന്ന് ആരാധിക്കുന്ന, ഇഴജന്തുക്കളെ ദൈവമെന്ന് ആരാധിക്കുന്ന, പ്രകൃതി ശക്തികളെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന അനേക വിശ്വാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവയെല്ലാം വെച്ച് നമ്മൾ തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. ഉറപ്പിച്ചു പറയും. സ്തോത്രം. മറ്റ് ദൈവങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരുടെ ആ ദൈവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ആ ദൈവത്തെ സേവിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ, സേവകൻ കൊടുക്കുന്ന നേർച്ചകൾക്ക്, കാഴ്ചകൾക്ക്, അതിനൊക്കെ വിധേയമായി എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം നിലനിൽക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുക്കാൻ കഴിയുമെങ്കിൽ, എൻ്റെ ദൈവമേ എന്ന് സ്തോത്രം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒന്ന് നിലവിളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, എത്ര ഭാരപ്പെട്ട വിഷയങ്ങളായിരുന്നാലും അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവം. സ്തോത്രം. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. സ്തോത്രം. അബ്രഹാമിനോട് ഒന്ന് ചോദിച്ചേ, അബ്രഹാമേ, യേശുവിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? ഒത്തിരി പ്രത്യേകതകൾ അബ്രഹാമിന് പറയാനുണ്ട്. സ്തോത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പറയുവാനുള്ള എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം, അബ്രഹാം പറയും, യഹോവ എനിക്കായി കരുതുന്നത്. യഹോവ ഈരേ. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് യഹോവ ഈരേ എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, അബ്രഹാം ഒത്തിരി പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെയൊക്കെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയി. കൽദയപട്ടണമായ ഊരിൽ നിന്ന് തേജോമയനായ ദൈവം അവനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ അബ്രഹാമിനോട് വാക്കു പറഞ്ഞു. മറുചോദ്യം ചോദിക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാമിനെ ദൈവം നന്മകൾ നൽകി അനുഗ്രഹിച്ചു. സന്തതികളില്ലായിരുന്ന അബ്രഹാമിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരികളെപ്പോലെയും സന്താനങ്ങളെ നൽകിക്കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞ സർവശക്തനായ ദൈവം, ആ ദൈവം അബ്രഹാമിനോട് പറയാം, ആദ്യത്തെ കുട്ടിയെ നീ എന്ത് ചെയ്യണം? എനിക്കായി യാഗമർപ്പിക്കണം.
നീണ്ട വർഷങ്ങൾ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിനോട് ഒരു കരുണയുമില്ലാതെ ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് യാഗമർപ്പിക്കും. സ്തോത്രം. അബ്രഹാമിൻ്റെ ചിന്തകൾ, അബ്രഹാമിൻ്റെ വേദന, അബ്രഹാം എത്രയും കാലം കാത്തിരുന്നിട്ട്, സ്തോത്രം. എന്നാൽ അബ്രഹാം തൻ്റെ വികാരത്തെ അടക്കിക്കൊണ്ട്, വന്ന വിഷമങ്ങളെ മറച്ചുകൊണ്ട്, അത് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അബ്രഹാം പറയുകയാണ്, യഹോവ എനിക്ക് വേണ്ടി കരുതി. അവൻ്റെ വിശ്വാസത്തെ ദൈവം സംരക്ഷിച്ചെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ, തലമുറകളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ, നാളത്തെ വിഷയം എങ്ങനെയായി തീരുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ, ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ മറ്റു പല വിഷയങ്ങളും നിങ്ങളെ നേരിടുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടുവാൻ കഴിയാത്ത വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ, ഇന്ന് സന്ധ്യാസമയത്ത് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ദൈവിക ദൂത് വിളിച്ചു പറയാം. വിശ്വസിക്കുന്നവരെ, വിളിച്ചിറക്കിയവരെ വഴിയിലുപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം പിൻപറ്റിയിരിക്കുന്നത്, സകലതും നമുക്ക് നൽകിത്തരുവാൻ ശക്തനായ ദൈവത്തെ. യശൂരൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല എന്ന് ഇന്ന് രാത്രി ഈ സന്ധ്യാസമയത്ത് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തീരുമാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ അറിയാത്ത വഴികളെ തുറന്നു തരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രിയരെ, നമ്മുടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പോലെ പരിചയം പലകയും പിടിച്ചിറങ്ങി നിന്നാൽ നേരിടുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ല. ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ല. സ്തോത്രം. യാക്കോബിനോടൊന്ന് ചോദിച്ചേ, യാക്കോബേ, നിന്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? എന്താണ് നിന്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? നിന്റെ ദൈവത്തെക്കാളും വലിയൊരു ദൈവം നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടോ? യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലായി, ഏറ്റവും അതമ്പതിച്ച ആത്മീയ ജീവിതം നയിച്ചവനായ യാക്കോബ്. അപ്പോൾ തന്നെ ഏറ്റവും ഉന്നതമായ ആത്മീയ ജീവിതത്തിന് അധിപതിയാണ് യാക്കോബ്. രണ്ടും അനുഭവിച്ചവൻ. സ്തോത്രം. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു. അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, സഹോദരനെ വിട്ടു, അമേൻ, ചാർച്ചക്കാരെ, ബന്ധുക്കളെ എല്ലാം വിട്ടു രാത്രികാലം പദ്മനാരാമിലേക്ക് ഞാൻ ഓടിപ്പോകുമ്പോൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒരു അന്തിയുറങ്ങേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇവിടം കൊണ്ട് തീർന്നുപോയി എന്ന് കരുതി. ചുറ്റുപാടും ഹിംസ്ര മൃഗങ്ങളുടെ അരൾച്ചയും മുരൾച്ചയും ഒക്കെ കേട്ടു. ഏതെങ്കിലും ഒരു വന്യമൃഗത്തിൻ്റെ കയ്യിൽ പറ്റി ഞാൻ തീർന്നുപോയി എന്ന് ഞാൻ കരുതി. പക്ഷേ സർവശക്തനായ എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഭയമായിരുന്നവൻ തൻ്റെ സ്വർഗീയ ദൂതന്മാരെ അയച്ച് എന്നെ കാത്തു പരിപാലിച്ചു. ഞാൻ അവനോട് പറഞ്ഞതുപോലെ ഞാൻ പോകുന്ന ദേശത്തേക്ക് എന്നെ നടത്തുകയും എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരികയും ചെയ്ത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവന്നാൽ നീ എൻ്റെ ദൈവമാണെന്ന് അന്ന് രാത്രികാലം ദൈവവുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. ഇതാ യാഗൂക്ക് കടവുങ്കൽ ഞാൻ നിൽക്കുമ്പോൾ രണ്ട് കൂട്ടമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരു വടിയുമായി അക്കരയ്ക്ക് കടന്നുപോയി. പക്ഷേ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ രണ്ട് കൂട്ടവുമായി മടങ്ങി വരുവാൻ തക്കവണ്ണം എന്നെ പുഷ്ടിപ്പെടുത്തിയ, എന്നെ സമൃദ്ധിയുമായി അനുഗ്രഹിച്ച, എൻ്റെ ഹല്ലേലൂയ മൃഗസമ്പത്തുകളെയും എൻ്റെ വംശത്തെയും വർദ്ധിപ്പിച്ച, പുഷ്ടിപ്പെടുത്തിയ ഒരു നല്ല ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ലെന്ന് യാക്കോബ് പറയും. സ്തോത്രം. തൻ്റെ അവകാശത്തെ പലപ്പോഴും ലാബാൻ മാറ്റിവെച്ചു.
പക്ഷേ യാക്കോബിന് ലഭിക്കേണ്ട സമയങ്ങളിൽ യാക്കോബിന് ആവശ്യമായതൊക്കെയും ദൈവം നൽകിക്കൊടുത്തു. അവൻ്റെ പ്രാണനെ വേണമെങ്കിൽ യാക്കോബിന് തൊടാമായിരുന്നു. പക്ഷേ ലാബാൻ പറയുന്നുണ്ട്, ഗുണമെങ്കിലും ദോഷമെങ്കിലും യാക്കോബിന് ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയരെ, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മളെ കരുതുന്ന, നമുക്ക് വേണ്ടി സ്തോത്രം ചിന്തിക്കുന്ന, നമ്മളെ സ്തോത്രം ആവശ്യമായ കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നമുക്ക് നൽകിത്തരുന്ന, നമ്മുടെ തലമുറകളെ സൂക്ഷിക്കുന്ന, നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകിക്കൊടുക്കുന്ന, അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നൽകിക്കൊടുക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ടെന്നേ. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാരപ്പെട്ടു പോകല്ലേ, നിങ്ങൾ മടുത്തു പോകല്ലേ, നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകല്ലേ. സ്തോത്രം. നമ്മെ സംരക്ഷിക്കാൻ കഴിയുന്നവനാണ് നമ്മളെ വിളിച്ചത്. ജോസഫിനെ ഒന്ന് നോക്ക്. ആരുണ്ടായിരുന്നു? സഹോദരങ്ങൾ അവനെതിരെ ഗൂഢാലോചന നടത്തി. ദാ വരുന്നു സ്വപ്നക്കാരൻ. ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോഴേ അവര് കൂട്ടം കൂടി. ദാ സ്വപ്നക്കാരൻ വരുന്നു. അവരെ നമുക്ക് കൊന്നു കിണറ്റിടാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതി നോക്കണേ. അതിനിടയിൽ നിന്ന് ഒരു രൂപേനെ എഴുന്നേൽപ്പിച്ച് അവരുടെ ചിന്തകളെ അല്ലെങ്കിൽ അവരുടെ ആലോചനകളെ വ്യർത്ഥമാക്കിക്കൊണ്ട് അവൻ്റെ ജീവനെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാശത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയുടെ നാശത്തിന് വേണ്ടി, സ്തോത്രം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്തോത്രം ഭിന്നതയ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ചിന്തയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളതോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ആലോചനകളെ മറിച്ചു കളയുവാൻ ശക്തനായ ഒരുവനെയാണ് നാം സേവിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യ സമയത്തൊരു രൂപേനെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തൻ. ഭയപ്പെട്ടു പോകണ്ട. അഹിതോവേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കിക്കളഞ്ഞ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എത്ര മനോഹരമായ ആലോചനയാ അഹിതോവേൽ പറഞ്ഞു കൊടുത്തത്. വളരെ കറക്റ്റായ ആലോചനയാണ് അഹിതോവേൽ പറഞ്ഞു കൊടുത്തത്. പക്ഷേ അർഹനായ ഹൂശായിയുടെ ആലോചനയെ ദൈവം അവിടെ നിലനിർത്തി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ, എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയെങ്കിൽ പ്രിയരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. 1-2 ദിവസം നമുക്ക് ചില ഭാരങ്ങൾ ഉണ്ടായെന്നിരിക്കാം, ചില വേദന ഉണ്ടായെന്നിരിക്കാം, ചില വേർപാടുകൾ നമ്മളെ ഭാരപ്പെടുത്തിയെന്നിരിക്കാം. പക്ഷേ ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. അനുഭവം ഞാൻ നിങ്ങളുമായി വേഗം പങ്കുവെക്കാം. സമയം മുമ്പോട്ട് പോകും. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പ്രിയരെ, ഈ കഴിഞ്ഞ സ്ഥലം മാറ്റത്തോടനുബന്ധിച്ച് ഞാനായിരുന്ന സഭയിൽ നിന്ന് നിർബന്ധിതമായി ഞാൻ മാറാൻ താല്പര്യപ്പെട്ടു. എൻ്റെ ആത്മീയ വിഷയവുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ഒരു സഭയിൽ തുടർന്ന് ശുശ്രൂഷിക്കുവാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് മാറുവാൻ തീരുമാനിച്ചപ്പോൾ എന്നെ തൽക്കാലം 1 വർഷം കൂടെ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറഞ്ഞ് 2-3 മാസങ്ങൾ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാ സ്ഥലങ്ങളും ഭില്ലായി. ഇനി ഒരു ചർച്ചിലും ആളില്ല എന്ന് വന്നപ്പോൾ എന്നോട് ടക്കേ എന്ന് മാറാൻ ആവശ്യപ്പെട്ടു. എങ്ങോട്ട് പോകും? സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്നിറങ്ങി. ആഴ്ച തന്നെ ഇറങ്ങി. ഒരു വീട് വാടകയ്ക്ക് എടുക്കുവാൻ ഒരു സഹോദരൻ എനിക്ക് സാമ്പത്തിക നന്മകൾ ചെയ്തു. സ്തോത്രം. ആ വീട് വാടകയ്ക്ക് എടുത്ത് 1 മാസമാകുന്നതിന് മുമ്പിലെ ദൈവം കടന്നു പോകുന്ന ആ സ്തോത്രം, ആ ചർച്ചിനേക്കാളും വലിയൊരു ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ സഭയിൽ കൂടി വരുവാൻ. സ്തോത്രം. നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട, നമ്മൾ വേദനപ്പെട്ടു പോകണ്ട, നമ്മൾ ചഞ്ചലപ്പെട്ടു പോകണ്ട.
നമുക്കെന്താണ് ആവശ്യമെന്ന് അറിയാവുന്ന ഒരു നല്ല ദൈവത്തെയാണെന്ന് നാം സേവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ അറിയുന്ന ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. സ്തോത്രം, ആമേൻ. സ്തോത്രം. ശൂന്യമായ പടകിനെ നിറച്ചു കൊടുത്ത ഒരു നല്ല ദൈവം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരിക, സമയം മുമ്പോട്ട് ഓടിപ്പോവുക. സ്തോത്രം. പഴയ നിയമത്തിൽ ഞാൻ പുതിയ നിയമത്തിലേക്ക് വരിക. സ്തോത്രം. പത്രോസിൻ്റെ ശൂന്യമായ പടകിനെ നിറച്ചു കൊടുക്കുവാൻ കഴിയുന്നവൻ, ആമേൻ. സ്തോത്രം. കുരുടന് കാഴ്ച നൽകാൻ കഴിയുന്നവൻ, ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ, ആമേൻ. സ്തോത്രം. ആഴത്തിലെ മീനിൻ്റെ വായിലെ ചതുദ്രമപ്പണത്തെ കാണുവാൻ കണ്ണുള്ളവൻ, ആ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട്. സ്തോത്രം. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. എന്തിനാ നമ്മുടെ ദൈവം ഇറങ്ങി വന്നതെന്നറിയാമോ? സ്തോത്രം. നമ്മുടെ ദൈവം സ്വർഗം വിട്ടിറങ്ങി വന്നു. എന്തിന്? സ്തോത്രം. നമ്മെ സഹായിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ. സ്തോത്രം. നമ്മുടെ അടിമത്തത്തിൽ നിന്ന്, ഏതടിമത്തത്തിൽ നിന്ന്? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ സർവശക്തനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്താ സ്തോത്രം? അതിനൊക്കെ തെളിവുകൾ, ഇഷ്ടംപോലെ തെളിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തി വയ്ക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. വെയിലാറിയ സമയത്ത് മനുഷ്യനുമായി സല്ലപിക്കേണ്ടതിന്, മനുഷ്യനുമായി സഹവസിക്കേണ്ടതിന്, മനുഷ്യനുമായി കൂട്ടായ്മ ആചരിക്കേണ്ടതിന് സ്തോത്രം ആ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന സർവശക്തൻ. സ്തോത്രം. ആദാം ചെയ്ത പാപം നിമിത്തം സ്തോത്രം മാനവകുലം മുഴുവനും ശപിക്കപ്പെട്ട് ശാപഗ്രസ്തരായി ഭൂമിയിലൂടെ അലന്നുഴന്നപ്പോൾ, പ്രിയരെ, ഏതെല്ലാം സമയങ്ങളിൽ ആവശ്യമുണ്ടോ അതെല്ലാ സമയങ്ങളിൽ ദൈവം അവരുടെ മുമ്പിൽ സഹായകനായി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൂതനെ അയക്കേണ്ട സ്ഥലത്ത് ദൂതനെ അയച്ചു, പ്രവാചകന്മാരെ അയക്കേണ്ട സ്ഥാനത്ത് പ്രവാചകന്മാരെ അയച്ചു, രാജാക്കന്മാരെ അയക്കേണ്ട സ്ഥാനത്ത് രാജാക്കന്മാരെ അയച്ചു. അവർക്ക് നായകനായി മോശയെയും യോശുവയെയും ദൈവം നൽകിക്കൊടുത്തെങ്കിൽ, പ്രിയരെ, ആ ദൈവം അന്ത്യകാലത്ത് സ്വർഗീയ മഹിമകളെ വിടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് മനുഷ്യരൂപമെടുത്ത് ദാസനായി വിളങ്ങി ഒരു കന്യകയുടെ ഉദരം കടമെടുത്തുകൊണ്ട് ഈ താണലോകത്തിൽ നമ്മെ സഹായിക്കുവാനായി ഇറങ്ങി വന്നെങ്കിൽ, സ്തോത്രം. നാം വിളിക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ, സ്തോത്രം, അത് കണ്ടില്ലെന്ന് വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. നിന്റെ കണ്ണ് നിറയുമ്പോൾ ആ നിറകണ്ണുകളുടെ നടുവിൽ, സ്തോത്രം, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരവുമായി ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു നല്ല ദൈവം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, പ്രിയരെ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവം ഇന്നും ശക്തനാണ്. ഇന്നും ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ അവൻ്റെ കാതുകൾ മന്ദമായി തീർന്നിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, സ്തോത്രം, യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തോടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. നീണ്ട 40 വർഷക്കാലം മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഇസ്രായേൽ മക്കൾക്ക് 40 വർഷക്കാലവും മന്നയും, സ്തോത്രം, കാടപ്പക്ഷിയും, സ്തോത്രം, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളവും കൊടുത്ത് അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, അവർക്ക് യാതൊരു കേടും സംഭവിക്കാതെ, സ്തോത്രം, അവരെ നടത്തിക്കൊണ്ടുപോകാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവമാ നാമും സേവിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ നമ്മയും നടത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ, നമ്മുടെ കൊറ്റിനും മുട്ടുവരാതെ നമുക്ക് ആവശ്യമായതൊക്കെയും നൽകി തരുവാൻ, നമ്മുടെ തലമുറയുടെ ആവശ്യങ്ങൾക്കുള്ളതൊക്കെയും നൽകി തരുവാൻ, സാമ്പത്തിക ഭാരങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഫീസ് കൊടുക്കുവാൻ വേണ്ടി ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിൽ വിശ്വസിക്കുക. തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. തക്ക സമയത്ത് അത്ഭുതം ചെയ്യുന്നൊരു ദൈവം.
ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായി പറയുന്നത്. എനിക്ക് ഈ ഒരു പദം ഹല്ലേലൂയ നിങ്ങളോട് പറഞ്ഞാൽ തീരില്ല. സ്തോത്രം. ദൈവത്തെ, ഈ യശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല പ്രിയരെ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. സ്തോത്രം. തക്ക സമയത്ത് ദൈവം ഇരുന്നൊരുക്കുകയാണ്, ദൈവം വഴിയൊരുക്കുകയാണ്, ദൈവം സാമ്പത്തിക നന്മകൾ നൽകി തരികയാണ്. സ്തോത്രം. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും ചിന്തിച്ചിട്ടല്ല മുമ്പോട്ട് ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. സ്തോത്രം. വളരെ മരുഭൂയാത്രയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെയും ദൈവം എന്നെ ഇന്നുവരെയും കൺമണി പോലെ സൂക്ഷിച്ചു, പരിപാലിച്ചു. മരണകരമായ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ സ്തോത്രം 3-ാം തീയതി സ്തോത്രം വലിയൊരു അത്ഭുതം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നു. ഒരു മിഷൻ ട്രിപ്പ്. സ്തോത്രം. ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള ഒരവസരം ദൈവം ഒരുക്കി കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ ഷിംലയിൽ ഹല്ലേലൂയ എൻ്റെ പ്രിയപ്പെട്ടവൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ആമേൻ. സ്തോത്രം. 5 പൈസ മുടക്കില്ലാതെ സ്തോത്രം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ എന്താണോ ആവശ്യം ഈ ദിവസങ്ങളിൽ, പ്രിയരെ, ഞാൻ വായിച്ച അവസാന വാക്യത്തിലേക്ക് ഞാൻ വേഗം കടന്നുവിട്ട്, അവൻ മേഘാരൂഢനായി വരുന്നു. യശൂരിൻ്റെ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. മേഘാരൂഢൻ എന്ന് പറയുമ്പോൾ മേഘത്തിൽ കയറിയവനായി. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയരെ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമത്തെ പ്രതി ഹല്ലേലൂയ കഷ്ടമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ദൈവത്തിന് വേണ്ടി സ്തോത്രം നിൽക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി മേഘാരൂഢനായി ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ലോക സംഭവങ്ങൾ മുഴുവൻ അതേക്കുറിച്ച് വിളിച്ചു പറയുക. ഈ ദിവസങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവനെ പകർന്നു കൊടുക്കുക. സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്ന് ചിന്തിച്ചോ? ഹല്ലേലൂയ. വാർത്തകളൊന്ന് കാണണമേ. നൈജീരിയയിൽ 1.5 ലക്ഷത്തോളം ക്രൈസ്തവരെ കൊന്നുകളഞ്ഞു. സുഡാനിൽ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ അനേക ക്രൈസ്തവ വിശ്വാസത്തിലുള്ള പ്രിയപ്പെട്ടവരെ കൊന്നുകളയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. സ്തോത്രം. ഇസ്രയേലിൽ സ്തോത്രം പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഹല്ലേലൂയ നഗ്നരായി വാഹനത്തിൽ ഹല്ലേലൂയ സ്തോത്രം തെരുവീതിയിലൂടെ കൊണ്ടുപോകുന്ന ആ കുഞ്ഞുങ്ങളുടെ സ്തോത്രം മൃതശരീരത്തിലേക്ക് അതിക്രൂരമായ രീതിയിൽ തടിയും അതുപോലെയുള്ള സാധനങ്ങളും എടുത്ത കുഞ്ഞുങ്ങളുടെ മൃതശരീരത്തെ വികൃതമാക്കുന്ന ഹല്ലേലൂയ പൈശാചികമായ കാര്യങ്ങൾ നമ്മൾ കാണുവാനിടയായി തീർന്നു. പ്രിയരെ, ലോക സംഭവങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് മേഘാരൂഢനായി വരുവാൻ സമയമായി. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നിങ്ങളെ രാജാക്കന്മാർ പിടിക്കും, ന്യായാധിപസംഘട മുമ്പിൽ നിർത്തും, ഹല്ലേലൂയ, ചിലരെ കൊല്ലും, ഹല്ലേലൂയ സ്തോത്രം, ചിലരെ തടവിലാക്കും. ആമേൻ. കാലങ്ങൾ തിരിച്ചറിയണമേ. ഹല്ലേലൂയ സ്തോത്രം. ആകാശവിധാനത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ലക്ഷണങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ പ്രിയരെ, കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ ലക്ഷണങ്ങളെ തിരിച്ചറിയണം. സ്തോത്രം. മത്തായി സുവിശേഷം 24-ാം അധ്യായം തുടങ്ങി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്താണ് അടയാളമെന്ന് ഹല്ലേലൂയ ശിഷ്യന്മാരോട് തന്നോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവോടെ പറയുന്നുണ്ട്, ലോകം ഹല്ലേലൂയ രാജ്യത്തോട് എതിർക്കും, ഹല്ലേലൂയ ജാതി ജാതിയോട് എതിർക്കും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. യുദ്ധശ്രുതികൾ കേൾക്കുകയല്ല പ്രിയരെ, നാം യുദ്ധശ്രുതികൾ കാണുകയാണ്. കർത്താവിന്റെ വരവ് സമീപസ്ഥാണെന്ന് തിരിച്ചറിയണം. അനേകരെ കൊന്നുകളയുന്നു, അനേകർ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നു. സ്തോത്രം. അനേകർ സ്തോത്രം വിശ്വാസം ത്യജിച്ച് വിശ്വാസം വിട്ട് മറ്റു മതങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നു. ഒന്നെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക എന്നുള്ള നിയമങ്ങളിലൂടെ ചില രാജ്യം മുൻപോട്ട് പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചിലർ വിശ്വാസം വിട്ട്
പിന്മാറിപ്പോകും. സ്തോത്രം. അപ്രകാരം വല്ലാത്തൊരവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത് മറ്റ് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണെന്നോർത്ത് പ്രിയരെ നമ്മൾ നിസ്സാരമായി കാണരുത്. നാളെ നമ്മുടെ ജീവിതത്തിലും അത് കടന്നു വരും. ഏതാണ്ടോ 40ഓളം രാജ്യങ്ങൾ ബൈബിൾ നിരോധിച്ചു. ബൈബിൾ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. സ്തോത്രം. നമ്മുടെ രാജ്യത്തും പല സ്ഥലങ്ങളിൽ യാചക നിരോധന മേഖല എന്ന് പറഞ്ഞതുപോലെ സുവിശേഷന്മാർ ഇവിടെ പ്രവേശനമില്ലെന്ന് എഴുതി വെച്ച ബോർഡുകൾ പല സ്ഥലങ്ങളിൽ തൂക്കിക്കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ മധ്യേ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ, വിശ്വസിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ ഹല്ലേലൂയ അതിശക്തിയോടെ വന്നു ഭവിക്കും. കള്ളൻ വരുന്നത് പോലെ വരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ പ്രിയരെ, ഹല്ലേലൂയ, കള്ളനാ എപ്പോഴാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവൻ്റെ വരവ് സമീപസ്ഥമാണ്. ലോക സംഭവങ്ങൾ കണ്ട് നാം തിരിച്ചറിഞ്ഞ് മേഘാരൂഢനായി വരുന്ന കർത്താവിനെ എതിരേൽപ്പാ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ സ്തോത്രം, അശുദ്ധൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമുക്കവന് വേണ്ടി കാത്തിരിക്കാം. നമുക്കൊരു സ്വർഗീയ ഭവനം അവൻ ഒരുക്കിയിട്ടുണ്ട്. കണ്ണുനീരില്ലാത്ത, നിലവിളിയില്ലാത്ത, മുറവിളിയില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, സ്തോത്രം, ഒരു നല്ല ഭവനം. യുഗയുഗാന്തരവനോടുകൂടി ആ സ്വർഗീയവാസം ചെയ്യേണ്ടതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യാശയോടെ, വളരെ പ്രതീക്ഷയോടെ, സ്തോത്രം, അരുമനാഥൻ്റെ ആ കാഹളത്തിന് വേണ്ടി കാതോർത്തുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ നാഥ.